അമേരിക്കയിൽ ഉപരിപഠനം നടത്താനും പഠനശേഷം അവിടെ തന്നെ മികച്ച ജോലി കണ്ടെത്തി കരിയർ കെട്ടിപ്പടുക്കാനും സ്വപ്നം കാണുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കുന്ന വാർത്തകളാണ് വാഷിംഗ്ടൺ DC-യിൽ നിന്നും പുറത്തുവരുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT പ്രോഗ്രാമിന് $1,00,000 ഫീസ് ചുമത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 96.4 ലക്ഷം രൂപ. ഇത് US-ലും ഇന്ത്യയിലും ഒരുപോലെ ചർച്ചകൾ ആയിട്ടുണ്ട്. പഠന ചെലവുകൾക്ക് പുറമെ ഇത്രയും വലിയൊരു തുക ഫീസായി നൽകേണ്ടി വന്നാൽ ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെ എങ്ങനെ ബാധിക്കും? ഇതിനോട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക പ്രതികരണം എന്താണ്? ഈ ഫീസിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് OPT പ്രോഗ്രാം എന്ന് നോക്കാം. അമേരിക്കൻ സർവകലാശാലകളിൽ F1 വിസയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ US സർക്കാർ നൽകുന്ന താൽക്കാലിക വർക്ക് പെർമിറ്റ് ആണ് OPT. സാധാരണഗതിയിൽ 12 മാസത്തെ തൊഴിൽ പരിചയമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. എന്നാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ STEM വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 24 മാസം കൂടി അധികമായി ലഭിക്കും. അതായത് ആകെ 36 മാസം വരെ അവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് H1B വർക്ക് വിസയിലേക്ക് മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ OPT പ്രോഗ്രാം. 2024 കണക്കനുസരിച്ച് 4 ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളാണ് OPT വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. ട്രംപ് ഭരണകൂടം ഈ OPT സൗകര്യം ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് $1,00,000 ഫീസ് ഈടാക്കാൻ ആലോചിക്കുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മുന്നറിയിപ്പ് എന്ന് നോക്കാം. ഒന്നാമത്തത് സാമ്പത്തിക ഭാരമാണ്. അതായത് അമേരിക്കയിൽ പഠിക്കാനായി വിദേശ വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ കോടികൾ ട്യൂഷൻ ഫീസായും ജീവിത ചെലവായും ചെലവഴിക്കുന്നുണ്ട്. അതിനു പുറമെ 96 ലക്ഷത്തിലധികം രൂപ നൽകേണ്ടി വന്നാൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് US പഠനം അപ്രാപ്തമാകും. അടുത്തത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇത് കാര്യമായി ബാധിക്കുന്നു എന്നതാണ്. അതായത് അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. പ്രത്യേകിച്ച് STEM കോഴ്സുകളിൽ മലയാളികളടക്കം 10,000 കണക്കിന് ഇന്ത്യക്കാരാണ് ഉള്ളത്. അവർക്കും ഇത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്തത് US സർവകലാശാലകൾക്കും കമ്പനികൾക്കും ഇത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതായത് വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ട്യൂഷൻ ഫീസിനെ വലിയ തോതിൽ ആശ്രയിക്കുന്ന അമേരിക്കൻ സർവകലാശാലകളെയും സിലിക്കൺ വാലിയിലെയും വാൾസ്ട്രീറ്റിലെയും ടെക് ഇൻഡസ്ട്രികളെയും ഇത് ദോഷകരമായി ബാധിക്കും. ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിലപാട് എന്താണെന്ന് നോക്കാം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇമിഗ്രേഷൻ നയങ്ങൾ മാറ്റുന്നത് അതാത് രാജ്യങ്ങളുടെ പരമാധികാര വിഷയമാണ്. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെയും പൗരന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്ന നയമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് വിദേശ സർക്കാരുകളുമായി ഇന്ത്യ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാറുണ്ട്. അതായത് US നയങ്ങളിൽ ഇടപെടാൻ പരിധികൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തി അമേരിക്കൻ ഭരണകൂടവുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് ഈ OPT വാർത്ത. ഇതിനു മുൻപും സമാനമായ പല തീരുമാനങ്ങളും പുറത്തു വന്നിരുന്നു. ചില H1B വിസ പെറ്റീഷനുകൾക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ US കോടതി ഇത് തടയുകയും തുടർന്ന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പോകുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് $1,00,000 റീഫണ്ടബിൾ ബോണ്ട് ഏർപ്പെടുത്താനും നീക്കമുണ്ട്. വ്യക്തി US-ൽ എത്തി പൗരത്വം നേടുമ്പോൾ മാത്രമേ ഈ തുക തിരികെ ലഭിക്കൂ. ഇവിടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കിയതനുസരിച്ച് ഈ $1,00,000 OPT ഫീസ് നിലവിൽ ഒരു നിർദ്ദേശം മാത്രമാണ്. ഔദ്യോഗികമായി ഉത്തരവിറങ്ങുന്നത് വരെ ഇതൊരു അന്തിമ നിയമമല്ല. അമേരിക്കൻ കമ്പനികളുടെയും സർവകലാശാലകളുടെയും ഭാഗത്തു നിന്ന് ഇതിനെതിരെ വലിയ എതിർപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകാതെ ഇനിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.